ഒന്നാം പിണറായി ഗവൺമെന്റ് മസാല ബോണ്ട് ഇറക്കുന്ന സമയത്ത് അന്ന് പ്രതിപക്ഷം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇന്ന് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഈ മസാല ബോണ്ട് ഇറക്കുന്നത് ഒരു വലിയ കൊള്ളയാണെന്നും സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമാണെന്നും സംസ്ഥാനത്തെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കടക്കണിയിലേക്കും ഇത് എത്തിക്കുമെന്നും അന്ന് ഞങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിവെക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം അന്ന് അക്കമിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 9.72% എന്നത് കൊള്ള പലിശയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് 9.72% പലിശയ്ക്ക് 2150 കോടി രൂപയാണ് കിഫ്ബി മസാല ബോണ്ടിലൂടെ സമാഹരിച്ചത്. എന്നിട്ട് ചെയ്തതെന്താണ്? ഇത്രയും വലിയ തുകയ്ക്ക്, ഇത്രയും വലിയ പലിശയ്ക്ക് തുക വാങ്ങിയ ശേഷം 6.5% എന്ന കുറഞ്ഞ പലിശയ്ക്ക് കേരളത്തിലെ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത്. അപ്പോൾ കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ വിനാശകരമായ കടക്കണിയിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണിത്. ഇതിൽ നിന്ന് അന്നത്തെ ഗവൺമെന്റിനും അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും ഒരിക്കലും മാറി നിൽക്കാൻ സാധ്യമല്ല. ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്ത അന്ന് ഞാൻ പറഞ്ഞതാണ്. അന്ന് ഞാൻ പറഞ്ഞ സന്ദർഭത്തിൽ ഐസക്ക് ഇത് മുഴുവൻ നിഷേധിച്ചതുമാണ്. എന്നാൽ അന്ന് ധനകാര്യ സെക്രട്ടറി ആയിരുന്ന മനോജ് ജോഷിയും ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസും ഈ മസാല ബോണ്ട് വാങ്ങുന്നതിനെ ശക്തമായി എതിർത്ത് ഫയലിൽ എഴുതിയിരുന്നു എന്ന വസ്തുതയും ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും മസാല ബോണ്ട് കൂടിയ പലിശയ്ക്ക് വാങ്ങാൻ എന്തിനാണ് തോമസ് ഐസക്ക് നിർബന്ധം കാണിച്ചത്? ഇത് കേരളത്തെ സാമ്പത്തികമായി തകർക്കും എന്ന ബോധ്യമുണ്ടായിട്ടും എന്തിനാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഇത്ര വാശി ഈ കാര്യത്തിൽ സ്വീകരിച്ചത്? സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് മസാല ബോണ്ട് ഇത്രയും വലിയ കൂടിയ പലിശയ്ക്ക് വാങ്ങാൻ അനുവദിച്ചത്? മസാല ബോണ്ട് വാങ്ങിയതാരാണ് എന്ന് പരിശോധിച്ചാൽ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാകും. ആരാണ് ഈ മസാല ബോണ്ട് വാങ്ങിയത്? CDPQ എന്ന കനേഡിയൻ കമ്പനിയാണ് മസാല ബോണ്ട് വാങ്ങിയത്. ആരാണ് ഈ CDPQ? CDPQ എന്ന് പറയുന്ന ഈ കമ്പനി കുപ്രസിദ്ധമായ ലാവ്ലിൻ കമ്പനിയുമായി അടുത്ത ബന്ധമുള്ള ഒരു സ്ഥാപനമാണ്. ലാവ്ലിൻ കമ്പനിയിലെ 20% ഷെയർ CDPQ എന്ന് പറയുന്ന കനേഡിയൻ കമ്പനിയുടേതാണ്. അതായത് ലാവ്ലിൻ കമ്പനിയെ നിയന്ത്രിക്കാനുള്ള ശക്തിയുള്ള ഒരു കമ്പനിയാണ് കേരളത്തിലെ മസാല ബോണ്ട് വാങ്ങിയ CDPQ എന്ന കമ്പനി. നമുക്കെല്ലാവർക്കും ലാവ്ലിൻ കമ്പനിയും ശ്രീ പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്.
കുപ്രസിദ്ധമായ വൈദ്യുതി കരാറിലൂടെ ഉണ്ടായ തെറ്റായ നടപടികളിൽപ്പെട്ട് 7ാം പ്രതിയായി ഇപ്പോഴും ശ്രീ പിണറായി വിജയൻ സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ മസാല ബോണ്ട് രഹസ്യമായി ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള CDPQ വാങ്ങിയത് എന്നത് അതീവ ഗൗരവതരമായ ഒരു കാര്യമാണ്. അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. അന്നത്തെ നിങ്ങളുടെ ഫുട്ടേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. അടിമുടി ദുരൂഹതയാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മസാല ബോണ്ട് പുറത്തിറക്കുന്നത് 2019 മെയ് 17 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പബ്ലിക് ഇഷ്യൂവായി 17 അപ്പോൾ പിണറായി വിജയൻ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് മസാല ബോണ്ട് ഇറക്കുന്നത് 2019 മെയ് 17 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പബ്ലിക് ഇഷ്യൂവായി ലിസ്റ്റ് ചെയ്യുന്നത് 2019 ഏപ്രിൽ 1 ഞാൻ ഈ പറയുന്ന തീയതികൾ നിങ്ങൾ നോട്ട് ചെയ്യണം. എന്നാൽ ഇതിനൊക്കെ മുമ്പേ 2019 മാർച്ച് 26-നും 29-നും ഇടയ്ക്ക് മസാല ബോണ്ടുകളുടെ ഇടപാട് കനേഡിയൻ കമ്പനിയുമായ CDPQവായി നടന്നു കഴിഞ്ഞു. മാർച്ച് 26-നും 29-നും ഇടയ്ക്ക് മസാല ബോണ്ടുകളുടെ ഇടപാട് കനേഡിയൻ കമ്പനിയുമായ CDPQവുമായി നടന്നു കഴിഞ്ഞു. കിഫ്ബിക്ക് മാർച്ച് 29-ന് പണവും ലഭിച്ചു. നമ്മൾ ആലോചിക്കണം. അതായത് രഹസ്യമായ കച്ചവടം നടത്തി പണവും വാങ്ങിയ ശേഷമാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പബ്ലിക് ഇഷ്യൂവായി ലിസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ചത്. ഇതൊരു വേഷം കെട്ടലായിരുന്നു. അപ്പോൾ വളരെ ദുരൂഹമായ ഒരിടപാടാണ് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നത്. ഇവിടെ മെയ് 2019 മെയ് 17 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പബ്ലിക് ഇഷ്യൂവായി ലിസ്റ്റ് ചെയ്യുന്നത്. അത് 2019 ഏപ്രിൽ 1 പബ്ലിക് ഇഷ്യൂവായി ലിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതിനൊക്കെ മുമ്പ് തന്നെ ഈ ഇടപാടുകൾ പൂർത്തിയായിരുന്നു. ഈ ഇടപാടുകൾ അതിനു മുമ്പ് നടന്നു കഴിഞ്ഞു, പണം ലഭിച്ചു കഴിഞ്ഞു. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, മസാല ബോണ്ടുകൾ പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ രഹസ്യമായി പ്രൈവറ്റായി പ്ലേസ് ചെയ്തിരുന്നു എന്നതാണ് ഇതിലൂടെ തെളിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പബ്ലിക് ഇഷ്യൂ ആകുന്നതിന് മുമ്പ് ഈ മസാല ബോണ്ടുകൾ രഹസ്യമായി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ CDPQവിന് ലഭിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിണറായി വിജയൻ ഗവൺമെൻറ്റിന് ഈ കാനഡയുമായിട്ട് ഇത്രയും വലിയ ബന്ധം എന്താണ്, ഇത്രയും വലിയ ഇഷ്ടം എന്താണ്? മാത്രവുമല്ല, ഈ ഇടപാടിനെ പറ്റിയെല്ലാം മുൻപ് കാനഡക്കാർ തിരുവനന്തപുരത്ത് വന്ന് മന്ത്രിയെയും ബന്ധപ്പെട്ടവരെയും കണ്ടിരുന്നോ? ഐസക് വ്യക്തമാക്കേണ്ട കാര്യമാണ്. CDPQ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ യഥാർത്ഥ ഉടമകൾ, അവരുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് വന്നിരുന്നില്ലേ? ഐസക് വ്യക്തമാക്കട്ടെ. അതിലെത്ര പേര് വന്നു എന്ന് ഐസക് പറയട്ടെ. ആരുമായൊക്കെ സംസാരിച്ചു എന്ന് ഐസക് പറയട്ടെ. അവരെവിടെയാണ് താമസിച്ചതെന്ന് ഐസക് പറയട്ടെ. ഇതൊക്കെ അന്നത്തെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് വെളിപ്പെടുത്തേണ്ട കാര്യമാണ്.